ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് AJ ഫ്രം മാർക്കിൻ എക്സോ. മക്കളെ, നമ്മൾ കാത്തിരുന്ന കേരള റാങ്ക് ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് താൽക്കാലിക പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. കാരണം ഇതിൽ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ എന്തെങ്കിലും പരാതികൾ ഈ റാങ്ക് ലിസ്റ്റിന് മേലുണ്ടെങ്കിൽ ഇന്ന് 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇന്ന് ശരിക്കും നാളെ ഒരു ദിവസമെങ്കിലൊക്കെ കിട്ടേണ്ടതാണ്. ബട്ട് ഇന്ന് തന്നെ വരാനുള്ള റീസൺ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായിട്ട് അറിയിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും. വലിയ വ്യത്യാസമൊന്നും വരാൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും വരാനുള്ള സാധ്യത കൽപ്പിക്കുന്നില്ല. ബട്ട് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ചെറിയ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ. ബട്ട് ഇത് തന്നെയായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ആൻഡ് റാങ്ക് ലിസ്റ്റ് വന്നാൽ വിത്തിൻ 2 days കേരള അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ. അതായത് 15-നോ 16-നോ തന്നെ ഈ ഒരു കേരള റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിലേക്കുള്ള MBBS BDS സീറ്റുകളുടെ പ്രവേശനമായിരിക്കും ആദ്യം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 15-നോ 16-നോ അതിൽ നിങ്ങളില്ല, ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ആദ്യ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇൻവിറ്റേഷൻ നടക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം, ദെൻ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാണ്. വിത്തിൻ 2 days ആണ്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ആയിട്ട് തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. രാത്രി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വന്നാലുടൻ വിത്തിൻ 2 days 15-നോ 16-നോ ആയിട്ട് കേരള അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചേക്കാം മക്കളെ. നമ്മൾ അങ്ങനെ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രക്രിയയിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം കേരളത്തിലേക്കുള്ള MBBS BDS കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് ആയിരിക്കും നടക്കുക. കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലെയും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെയും MBBS BDS കോഴ്സുകൾ. അപ്പൊ MBBS എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റുകളായിരിക്കും ഫില്ല് ചെയ്യപ്പെടുക. ബാക്കി 15 ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ത്രൂ ആണ്. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ആദ്യ അലോട്ട്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു അല്ലെ. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ എനിവേ ഉടനെ തന്നെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബി പ്രിപ്പേർഡ്. അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ല ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്ത് വെക്കാം മക്കളെ. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.